ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് എന്ന വേർബിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് ആണ്. ഒരുപാട് ഡിഫറെൻറ്റ് വേസിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അത് നോക്കാം. വളരെ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ടു റിസീവ് സ്വീകരിക്കുക, ടു ഒബ്റ്റെയിൻ കിട്ടുക, ടു ബൈ സംതിങ് വാങ്ങുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഗോട്ട് സം ഓൾഡ് ബുക്സ് ഫ്രം മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കുറച്ച് പഴയ ബുക്കുകൾ കിട്ടി. ഐ ഗോട്ട് അവിടെ റിസീവ് എന്ന മീനിങ് ആണ്. ഐ റിസീവ്ഡ് സം ഓൾഡ് ബുക്സ് എന്ന മീനിങ് ആണ് അവിടെ. വി ഹാവ് ഗോട്ട് 50 ലെറ്റേഴ്സ്. ഞങ്ങൾക്ക് 50 ലെറ്റേഴ്സ് കിട്ടി. വി ഹാവ് ഗോട്ട് അവിടെയും കിട്ടി എന്ന മീനിങ് ആണ്. റിസീവ്ഡ്, വി ഹാവ് ഗോട്ട് എന്നാൽ വി ഹാവ് റിസീവ്ഡ്. ഫസ്റ്റ് സെൻറ്റൻസിൽ ഐ ഗോട്ട് എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട്. അതേസമയം സെക്കൻഡ് സെൻറ്റൻസിൽ ഐ ഹാവ് റിസീവ്ഡ് 50 ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് 50 ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മീനിങ്. അവിടെ വി ഹാവ് ഗോട്ട് എന്നാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ഹാവ് ഗോട്ട്. അപ്പോൾ ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഗോട്ട് തേർഡ് ഫോമാണ്. ഒരു വെർബിൻ്റെ, ഗെറ്റ് എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ്. അതല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അപ്പോൾ ഗെറ്റ് എന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഗെറ്റ്, സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നത് ഗോട്ട്, പിന്നെ അതിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോട്ട് എന്ന് തന്നെയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, അലക്സ് ഗോട്ട് എ ജോബ് അറ്റ് ദ എയർപോർട്ട്. അലക്സ് ഗോട്ട് എ ജോബ്. അവിടെ ഗോട്ട് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻഡ്, കിട്ടി, ജോലി കിട്ടി. അലക്സിന് എയർപോർട്ടിൽ ഒരു ജോലി കിട്ടി. ഒബ്റ്റെയിൻഡ് എന്ന മീനിങ് ആണ്. ഇനി വേറൊന്ന്, വാട്ട് ആർ യു ഗെറ്റിംഗ് മീ ഓൺ മൈ ബർത്ത്ഡേ? എൻ്റെ ബർത്ത്ഡേക്ക് എന്താണ് നീ വാങ്ങാൻ പോകുന്നത് എന്നാണ്. വാട്ട് ആർ യു ഗോയിങ് ടു ബൈ എന്നാണ് ഇവിടെ മീനിങ്. അപ്പോൾ ടു ബൈ സംതിങ് എന്ന മീനിങ്ങിലും ഗെറ്റ് ഉപയോഗിക്കാം. വാട്ട് ആർ യു ഗെറ്റിംഗ് മീ ഓൺ മൈ ബർത്ത്ഡേ. അടുത്ത ഒരു യൂസ്, ഹാവ് എന്നതിന് പകരം നമുക്ക് ഹാവ് ഗോട്ട് എന്ന് ഉപയോഗിക്കാം. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഗോട്ട് 2 സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് 2 സിസ്റ്റേഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ഷീ ഹാസ് 2 ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഷീ ഹാസ്, അതിന് ഷീ ഹാസ് ഗോട്ട് 2 ബ്രദേഴ്സ് എന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ, ഗീത ഹാസ് ഗോട്ട് വൈഫൈ അറ്റ് ഹോം. ഗീതയുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്. ഗീത ഹാസ് ഗോട്ട്. അവിടെ ഗീത ഹാസ് എന്ന മീനിങ് ആണ് ഹാസ് ഗോട്ട് ഉപയോഗിച്ചതുകൊണ്ട് കിട്ടുന്നത്. ഹാവ് അല്ലെങ്കിൽ ഹാസ് അതിന് പകരമാണ് ഹാവ് ഗോട്ട്, ഹാസ് ഗോട്ട് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കുന്നതിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി കാണിക്കുന്നതിന് വേണ്ടി ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കാറുണ്ട്. അതിന് പകരം ഹാവ് ടുവിന് പകരം ഹാവ് ഗോട്ട് ടു. അതുപോലെ ഹാസ് ടു എന്നതിന് പകരം ഹാസ് ഗോട്ട് ടു എന്നുപയോഗിക്കാം. എക്സാമ്പിൾ, വി ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. നമുക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട്. വി ഹാവ് ടു അതൊരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു നെസസിറ്റി. അവിടെയാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. അതിന് പകരം വി ഹാവ് ഗോട്ട് ടു. വി ഹാവ് ടു എന്നതിന് പകരം വി ഹാവ് ഗോട്ട് ടു, ഗെറ്റ് അപ്പ് ഏർലി എന്ന് ഉപയോഗിക്കാം. ഹാവ് ടു എന്നതിന് പകരം ഹാസ് ടു. ഗീത ഹാസ് ടു ഗെറ്റ് അപ്പ് ഏർലി ടു. ഗീത ഹാസ് ഗോട്ട് ടു. ഹാസ് ടുവിന് പകരം ഹാസ് ഗോട്ട് ടു എന്ന് ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ഹാവ് ഗോട്ട് ടു ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ പറ്റില്ല. ഹാവിന് പകരം നമ്മൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഗീത ഹാസ് ഗോട്ട് 2 സിസ്റ്റേഴ്സ്. അത് നമുക്ക് ഒരു പാസ്റ്റ് ഫോമിൽ പറയണം. അപ്പോൾ ഗീതയ്ക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട് എന്നല്ലേ, ഗീത ഹാസ് ഗോട്ട് 2 സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗീതയ്ക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ. അവിടെ നമ്മൾക്ക് ഹാഡ് ഗോട്ട് എന്ന് ഉപയോഗിച്ചാൽ അത് റോങ് ആണ്. നമുക്ക് ഉപയോഗിക്കേണ്ടത് ഹാഡ് തന്നെയാണ്. ഗീത ഹാഡ് 2 സിസ്റ്റേഴ്സ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഹാവ് ഗോട്ട് അല്ലെങ്കിൽ ഹാസ് ഗോട്ട് ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ പാസ്റ്റ്
ടെൻസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഹാഡ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഹാവിന് പകരമാണ് നമ്മൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാസിന് പകരമാണ് ഹാസ് ഗോട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗീത ഹാസ് ഗോട്ട് വൈഫൈ അറ്റ് ഹോം. ഗീത ഹാസ് ഗോട്ട്, ഗീതയ്ക്ക് വീട്ടിൽ വൈഫൈ ഉണ്ട് എന്നല്ലേ. ഗീത ഹാസ് ഗോട്ട്, അതിൻ്റെ മീനിങ് ഗീത ഹാസ് വൈഫൈ അറ്റ് ഹോം. പക്ഷേ നമുക്കതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുമ്പോൾ ഗീത ഹാഡ് വൈഫൈ അറ്റ് ഹോം എന്നാണ് പറയേണ്ടത്. മുൻപ് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഗീതയ്ക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം. ഗീത ഹാഡ് വൈഫൈ അറ്റ് ഹോം. ഷീ ഡസൻറ്റ് ഹാവ് വൈഫൈ നൗ. ഇപ്പോൾ വൈഫൈ ഇല്ല എന്നാണ് അതിനർത്ഥം. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇല്ല എന്നല്ലേ മീനിങ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, വി ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. വി ഹാവ് ടുവിന് പകരം വി ഹാവ് ഗോട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി അതുപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ഒരു പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു, അതൊരു പാസ്റ്റ് ഫോമാണ്. അവിടെ നമുക്ക് വി ഹാഡ് ടു ഗെറ്റ് അപ്പ് ഏർലി. വി ഹാഡ് ഗോട്ട് ടു എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഇനി ഗെറ്റ് എന്ന വേർബിൻ്റെ നെക്സ്റ്റ് യൂസ് ടു മേക്ക് ഓഫേഴ്സ് ആൻഡ് റിക്വസ്റ്റ്. ഫോർ എക്സാമ്പിൾ, കുഡ് യു ഗെറ്റ് മീ ദ മെനു പ്ലീസ്. കുഡ് യു ഗെറ്റ് മീ ദ മെനു പ്ലീസ്. അത് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്നിട്ട് ആ മെനു ഒന്ന് കൊണ്ടുവരാമോ, കൊണ്ടുവരിക, ബ്രിങ്. അപ്പോൾ കുഡ് യു ഗെറ്റ് മീ ദ മെനു പ്ലീസ് എന്ന് ചോദിക്കുന്നതിനർത്ഥം കുഡ് യു ബ്രിങ് ദ മെനു പ്ലീസ് എന്നാണ്. അവിടെ ഗെറ്റ് എന്നതിന് ബ്രിങ് എന്ന മീനിങ് ആണ്. അപ്പോൾ അത് ഒരു റിക്വസ്റ്റാണ്. പ്ലീസ് ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി. കുഡ് യു പ്ലീസ് ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി. കുഡ് യു പ്ലീസ് ഗെറ്റ് മീ എ സാൻഡ്വിച്ച്. ഇങ്ങനെയൊക്കെ പറയാം. അതൊക്കെ റിക്വസ്റ്റുകളാണ്. ഇനി ഓഫേഴ്സ് എന്ന് പറയുന്നത് എന്താ? ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്. ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ അല്ലെങ്കിൽ കുടിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ചോദിക്കില്ലേ. ഇനി വേറൊരു യൂസ്, എത്തുക, റീച്ച് അല്ലെങ്കിൽ അറൈവ് എന്ന മീനിങ്ങിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം. ഐ ഗോട്ട് ഹോം ലേറ്റ് യെസ്റ്റർഡേ ഈവനിങ്. ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ എത്തിയത്. ഐ ഗോട്ട് ഹോം എന്നത് ഐ റീച്ച്ഡ് ഹോം. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ടു ദി ഓഫീസ്. ഓഫീസിലെത്തിയാൽ ഉടനെ വിളിക്കുക, എന്നെ വിളിക്കൂ. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദർ. അവിടെ എത്തുമ്പോൾ തന്നെ എന്നെ വിളിക്കുക. കോൾ മീ ആസ് സൂൺ ആസ് യു ഗെറ്റ് ഹോം. വീട്ടിലെത്തുമ്പോൾ തന്നെ എന്നെ വിളിക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗെറ്റ് കഴിഞ്ഞിട്ട് ആസ് സൂൺ ആസ് യു ഗെറ്റ് ഹോം, ആസ് സൂൺ ആസ് യു ഗെറ്റ് ദർ, ആസ് സൂൺ ആസ് യു ഗെറ്റ് ടു ദി ഓഫീസ് എന്നാണ് ഉപയോഗിച്ചത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓഫീസ് എന്നത് അതിന് മുന്നിൽ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ടു, ആസ് സൂൺ ആസ് യു ഗെറ്റ് ടു ദ ഓഫീസ് എന്ന് ഉപയോഗിച്ചു. കാരണം ദർ അതുപോലെ ഹോം എന്നൊക്കെ ഉള്ള വാക്കുകൾക്ക് മുന്നിൽ ടു ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെസൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടു ഉപയോഗിക്കാൻ, അതിന് മുൻപ് ചില വാക്കുകളുടെ ഒന്നും മുന്നിൽ ടു ഉപയോഗിക്കാൻ പാടില്ല എന്നത്. അത് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ടു ഉപയോഗിക്കാൻ പാടില്ലാത്ത, അതായത് ചില വാക്കുകളുടെ മുന്നിൽ ടു ഉപയോഗിക്കാൻ പാടില്ല, അത് ഏത് തരം വാക്കുകളാണ് എന്നൊക്കെ ഉള്ള ഒരു ലെസൺ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഗെറ്റ് എന്ന വേർബിന് ടു ചേഞ്ച്, ടു ബിക്കം എന്നൊക്കെയുള്ള മീനിങ്സ് ഉണ്ട്. ദ കിഡ്സ് ഗോട്ട് സ്കേർഡ് വെൻ ദേ സോ ദ സ്പൈഡർ. കുട്ടികൾ പേടിച്ചു. ഗോട്ട് സ്കേർഡ്, ഗോട്ട് എന്നത് ബിക്കെയിം എന്നുള്ള മീനിങ് ആണ്. ഗോട്ട് സ്കേർഡ് വെൻ ദേ സോ ദ സ്പൈഡർ. സ്പൈഡറിനെ കണ്ടപ്പോൾ കുട്ടികൾ പേടിച്ചു. സ്കേർഡ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഗോട്ട് സ്കേർഡ്. അതുപോലെ തന്നെ വി ആർ ഗെറ്റിംഗ് ഹംഗ്രി, വിശക്കുന്നു എന്നുള്ള മീനിങ്ങിൽ വി ആർ ഗെറ്റിംഗ് ഹംഗ്രി. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, ഞാൻ വയസ്സായി വരുന്നു. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, അവിടെ ഓൾഡ്, അതുപോലെ ഹംഗ്രി, ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. ഗെറ്റിൻ്റെ ഒപ്പം അത് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ ബിക്കം എന്നുള്ള അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ള മീനിങ് ആണ്. ജോൺ ആൻഡ് മരിയ ഗോട്ട് മാരീഡ് ഇൻ 2010. 2010 ജോൺ ആൻഡ് മരിയ മാരീഡ് ആയത് എന്നാണ്. ഗോട്ട് മാരീഡ്, ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. ഗോട്ട് മാരീഡ്, അതുപോലെ ഗോട്ട് ഡ്രസ്ഡ്, ഗോട്ട് ക്ലീൻഡ് അപ്പ്,
got ready. പിന്നെ നമുക്ക് നമ്മുടെ ബാഡ് എക്സ്പീരിയൻസസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഗെറ്റ് ഉപയോഗിക്കാം. ഐ ഗോട്ട് ഫയേർഡ് ഫോർ ബീയിങ് ലേറ്റ് ടു വർക്ക്. വർക്ക് പ്ലേസിലേക്ക് ചെന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വഴക്ക് കേട്ടു. ഐ ഗോട്ട് ഫയേർഡ് ഫോർ ബീയിങ് ലേറ്റ് ടു വർക്ക്. ഗീതാസ് ബാഗ് ഗോട്ട് സ്റ്റോളൻ. ഗീതയുടെ ബാഗ് കളവ് പോയി. ഗോട്ട് സ്റ്റോളൻ. ഗോട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ്. അതുപോലെ തന്നെ ആദ്യത്തെ എക്സാമ്പിൾ ഐ ഗോട്ട് ഫയേർഡ് എന്ന് പറയുമ്പോൾ ഗോട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ് ആണ്. ഇങ്ങനെ ബാഡ് എക്സ്പീരിയൻസസ് പറയാൻ നമുക്ക് ഗെറ്റ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ്സും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ഈറ്റ് ടു മച്ച് കാൻഡി, യു മൈറ്റ് ഗെറ്റ് സിക്ക്. കൂടുതൽ കാൻഡി കഴിക്കരുത്, നിങ്ങൾ സിക്ക് ആയേക്കാം, സുഖമില്ലാതായേക്കാം. കൂടുതൽ കാൻഡി കഴിച്ചാൽ നിങ്ങൾക്ക് സുഖമില്ലാതെ ആയേക്കാം. യു മൈറ്റ് ഗെറ്റ് സിക്ക്. അവിടെ ഗെറ്റ് സിക്ക് എന്നാണ്. സിക്ക് എന്നത് അഡ്ജക്റ്റീവാണ്. ഇനി ഗെറ്റ് എന്ന വേർബിന് അണ്ടർസ്റ്റാൻഡ് എന്ന മീനിങ് ഉണ്ട്. മനസ്സിലാവുക. സാധാരണ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്നാണ്. അതുപോലെ തന്നെ സംസാരത്തിനിടയിൽ ഐ ഗെറ്റ് ഇറ്റ് മീൻസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാൻ മനസ്സിലാക്കുന്നു. ഐ ഗെറ്റ് ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാനത് മനസ്സിലാക്കുന്നു എന്നാണ്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു എക്സ്പ്രഷനാണ്. അതുപോലെ നമ്മുടെ ബോസ് അതല്ലെങ്കിൽ മാനേജർ ഒക്കെ നമ്മളോട് പറയുകയാണ് സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ ടുമാറോ. നാളെ ആവുമ്പോഴേക്കും ആ റിപ്പോർട്ട് സെൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് പറയാം ഗോട്ട് ഇറ്റ് മീൻസ് ഐ ഹാവ് ഗോട്ട് ഇറ്റ്. ഓക്കെ, എനിക്കത് മനസ്സിലായി എന്നാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് ഫോമാണ് ഗോട്ട് ഇറ്റ്. ഡു യു ഗെറ്റ് വാട്ട് ഐ ആം സേയിങ്? ഡു യു ഗെറ്റ് മീൻസ് ഡു യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഡു യു ഗെറ്റ് വാട്ട് ഐ ആം സേയിങ്? ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? അപ്പോൾ ഗെറ്റ് എന്ന വേർഡിന് അണ്ടർസ്റ്റാൻഡ് എന്ന മീനിങ് ആണ് അവിടെ. ഇതൊക്കെ സാധാരണ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു യൂസ്, പലപ്പോഴും ചില ആക്ഷൻസൊക്കെ നമ്മൾ സ്വയം ചെയ്യുന്നതല്ല, ഡയറക്റ്റ്ലി നമ്മളല്ല ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മറ്റുള്ളവരാണ് നമുക്ക് വേണ്ടി അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് കേടായാൽ എന്താ ചെയ്യുക? അതിൻ്റെ കടയിൽ കൊടുത്ത് റിപ്പയർ ചെയ്യിപ്പിച്ചെടുക്കുകയല്ലേ? ഐ ഗോട്ട് മൈ ലാപ്ടോപ്പ് റിപ്പയർഡ്. എനിക്ക് ലാപ്ടോപ്പ് റിപ്പയർ ചെയ്ത് കിട്ടി. പക്ഷെ നമ്മളല്ല അത് ചെയ്തത്, ഡയറക്റ്റ്ലി നമ്മളല്ല ചെയ്തത്, നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഐ ഗോട്ട് മൈ കാർ സർവീസ്ഡ്. കാറ് എനിക്ക് സർവീസ് ചെയ്ത് കിട്ടി, അതല്ലെങ്കിൽ ഞാൻ സർവീസ് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു മീനിങ്. ഐ വിൽ ഗെറ്റ് മൈ ഹൗസ് പെയിൻറ്റഡ്. എൻ്റെ വീട് പെയിൻറ്റ് ചെയ്ത് കിട്ടും. ഐ വിൽ ഗെറ്റ് മൈ ഹൗസ് പെയിൻറ്റഡ്. അതായത് ഞാൻ പെയിൻറ്റ് ചെയ്യിപ്പിക്കും, അതല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കിട്ടും. മറ്റുള്ളവരാണത് ചെയ്യുന്നത്. ഇങ്ങനെ ഗെറ്റ് എന്ന വേർബിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഇതൊക്കെ പല ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കുക.